കുറെ കാലമായിട്ട് NSS പൊളിറ്റിക്സിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, NSSന് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടോ? ഇല്ല. കുറച്ച് സ്കൂളും കോളേജും ഒക്കെ ഉണ്ടായതല്ലാതെ ന്യൂ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയാൻ NSSന് ഇല്ല. അത് ഞാനൊരു കുറ്റമായിട്ട് പറയില്ല. NSSന്റെ കോൺസെൻട്രേഷൻ പൊളിറ്റിക്സിൽ കൂടുതലായി, സൊസൈറ്റിയിൽ കുറഞ്ഞു. ഇതാണ് സംഭവിച്ചത്. മന്നത്തിൻ്റെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു, ഞാനൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, ആ സാമൂഹ്യ പ്രവർത്തനത്തിന് ആവശ്യമായ രാഷ്ട്രീയ ഇടപെടൽ ഞാൻ നടത്തും, അതിനപ്പുറത്തേക്ക് ഞാൻ പോവില്ല. കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് തയ്യാറാക്കി നോക്കി, മന്നത്തിൻ്റെ പേര് അതിൽ വരില്ല. ബട്ട് കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകരുടെ പേരെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യം തന്നെ മന്നത്തിൻ്റെ പേര് വരും. ഇതായിരുന്നു മന്നം അഡോപ്റ്റ് ചെയ്തത്. NSSന് ഒരു പാർട്ടി ഉണ്ടായിരുന്നു, NDP, നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. പൂട്ടിക്കെട്ടേണ്ടി വന്നു. SNDP അത് നോക്കി, അവർ SRP എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടി ഉണ്ടാക്കി. ഗുണം പിടിച്ചില്ല. SNDP ആണെങ്കിലും NSS ആണെങ്കിലും ആവശ്യത്തിന് രാഷ്ട്രീയത്തിൽ ഒന്ന് ഇടപെടുക എന്നുള്ളതല്ലാതെ അതിനപ്പുറം അതിൻ്റെ നിറ്റിഗ്രിറ്റിയിലേക്ക് പോവുകയും ഡേ ടു ഡേ അഫയേഴ്സിൽ പോവുക, അഭിപ്രായം പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അസ്തിത്വം, നിങ്ങളുടെ മെയിൻ ജോലി അതിൽ വീഴ്ച വരും. ഇത് NSSന് സംഭവിച്ചിട്ടുണ്ട്, കുറച്ചൊക്കെ SNDPക്കും സംഭവിച്ചിട്ടുണ്ട്. അത് ശ്രദ്ധിക്കേണ്ടതാണ്. NSS നേതൃത്വം അത് ശ്രദ്ധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. രമേശ് ചെന്നിത്തല വന്നിട്ട് NSSനെ പ്രത്യേകിച്ച് രക്ഷിക്കാനൊന്നുമില്ല. രമേശ് ചെന്നിത്തലയുടെ സ്വയരക്ഷയ്ക്കായിട്ടാണ് ചെന്നിത്തല വന്നത് എന്ന് NSSന് നന്നായിട്ട് തിരിച്ചറിയാം. ഈ പറഞ്ഞ സുകുമാരൻ നായർ സാറിന് തന്നെ അറിയാം. ബട്ട് ഞാൻ പറയുന്നത്, കാരണവരുടെ ഈ ഇടപെടൽ ഇത്രയും ആകുമ്പോൾ ഇപ്പോൾ സാമൂഹ്യ വിഷയങ്ങളിൽ ശ്രദ്ധ കുറയുന്നു.